സോ ഗുഡ് ഈവനിങ്. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. പവർ സിസ്റ്റം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പവർ സിസ്റ്റം പ്രൊട്ടക്ഷൻ ഡിവൈസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കുറേ ടേംസ് ഉണ്ട്, കുറേ കൺക്ലൂഷൻസ് ഉണ്ട്, കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറേ കമ്പൽസറി ആയിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്തും കമ്പൽസറി ആയിട്ട് വരുന്ന ഒരുപാട് പോർഷൻസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ റിലേയുടെ കേസ് വരുമ്പോഴത്തേക്ക്. സോ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊട്ടക്ഷൻ സിസ്റ്റം, പ്രൊട്ടക്ഷൻ ഡിവൈസസ് അല്ലേ. സോ നമ്മളിപ്പം ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പവർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും എഫക്റ്റീവ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരുപാട് പ്രൊട്ടക്ഷൻസ് പവർ സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏതൊക്കെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുക. പ്രൊട്ടക്ഷൻ റിലേസ് ഉണ്ടാവും അല്ലേ. പ്രൊട്ടക്ഷൻ റിലേസ് റിലേ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ്. പിന്നെ എന്തായിരിക്കും പറയാൻ പറ്റുക, സർക്യൂട്ട് ബ്രേക്കർ അല്ലേ. പിന്നെ എന്തായിരിക്കും ഐസൊലേറ്റർ, ലോഡ് ഇന്ററപ്റ്റർ അതൊരു പ്രൊട്ടക്ഷൻ ഡിവൈസ് ആണ്. ഫ്യൂസസ് അല്ലേ, ഫ്യൂസസ്, ലൈറ്റ്നിങ് അറസ്റ്റർ, എർത്തിങ് സിസ്റ്റം എക്സെട്ര. ഇതൊക്കെയാണ് നമ്മൾ പവർ സിസ്റ്റത്തിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന പ്രൊട്ടക്ഷൻ ഡിവൈസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജനറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ടും നമുക്ക് ഫസ്റ്റ് പ്രൊട്ടക്ഷനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഏറ്റവും ഹാർട്ട് ഓഫ് പ്രൊട്ടക്ഷൻ, ഇനി പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് റിലേ ആണ്. പ്രൊട്ടക്ഷൻ റിലേസിനെ പറ്റിയിട്ടായിരിക്കും നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ നോക്കി പ്രൊട്ടക്ഷൻ റിലേസ്. ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് നമ്മൾ നോക്കി, ഈ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കി ഇപ്പം എക്സ് ആക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടൈം എന്ന് പറയുന്നത് ടി എന്ന് പറയുന്ന ടൈം വെച്ച് ഞാൻ റെപ്രസെന്റ് ചെയ്യുകയാണ്. എക്സ് ആക്സ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ബൈ ടൈം ടി. ഇപ്പൊ അതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ദിസ് എക്സ് ആക്സിസ് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ ഫുൾ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇത് ഫോൾട്ട് ഓപ്പറേറ്റിംഗ് ടൈം ആണ്. ഫോൾട്ട് ഓപ്പറേറ്റിംഗ് ടൈം. Therefore, ഈ ഫോൾട്ട് ഓപ്പറേറ്റിംഗ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഫോൾട്ട് ഓപ്പറേറ്റിംഗ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് കംപ്രൈസസ് ഓഫ് എന്തായിരിക്കും, റിലേ ഓപ്പറേറ്റിംഗ് ടൈം ഉണ്ടാവും. പിന്നെ എന്തായിരിക്കും, ഫോൾട്ടിനെ ഉണ്ടായിരിക്കുന്ന സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുന്ന ഫോൾട്ടിനെ ആര് സെൻസ് ചെയ്തു, റിലേ സെൻസ് ചെയ്തിട്ട് പറയും ഓക്കെ there is fault in the system and then relay it will give command to the circuit breaker to trip the faulty section അല്ലെ. faulty section trip ആയ ശേഷം ഈ healthy section ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും അല്ലെ. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു മെക്കാനിസം നടക്കുന്നത്. Therefore ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ റിലേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ടോട്ടൽ ഫോൾട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഫോൾട്ട് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, therefore we can divide into റിലേ ഓപ്പറേറ്റിംഗ് ടൈം, അടുത്തതായിരിക്കും CB ഓപ്പറേറ്റിംഗ് ടൈം അല്ലെങ്കിൽ CB ഇന്ററപ്റ്റിംഗ് ടൈം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കി ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. എങ്ങനെ ആയിരിക്കും, therefore എന്തായിരിക്കും റിലേ ഓപ്പറേറ്റിംഗ് ടൈം എന്തായിരിക്കും വരിക, ഇത് CB ഓപ്പണിംഗ് ടൈം അല്ലെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് CB ഓപ്പണിംഗ് ടൈം ആൻഡ് ദിസ് എന്തായിരിക്കും ആർക്കിംഗ് ടൈം. Therefore അപ്പോൾ നമ്മൾ നോക്കി ടൈം പീരീഡ് നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പം ഒരു റിലേ ഓപ്പറേറ്റിംഗ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ 1 to 5 സൈക്കിൾസ് ആയിരിക്കും. 1 to 5 സൈക്കിൾസ് റിലേ ഓപ്പറേറ്റിംഗ് ടൈം. അടുത്തായിരിക്കും സർക്യൂട്ട് ബ്രേക്കർ ഓപ്പണിംഗ് ടൈം എന്തായിരിക്കും 1 to 3 സൈക്കിൾസ്. 1 to 3 സൈക്കിൾസ് ഓഫ് ഫോൾട്ട് കറന്റ്. അടുത്തായിരിക്കും വരിക ആർക്കിംഗ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക 1 to 2 സൈക്കിൾസ്. 1 to 2 സൈക്കിൾസ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ ഒരു സിസ്റ്റത്തിനകത്ത് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ഫോൾട്ടിനെ റിലേ സെൻസ് ചെയ്യുകയും നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്തത് ആ ഫോൾട്ടി സെക്ഷനെ നമ്മുടെ ഹെൽത്തി പാർട്ടിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിക്കും. അത് പ്രൊട്ടക്ഷൻ റിലേസിനകത്ത് നമ്മൾ ഓരോരോ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത്, എന്തൊക്കെയായിരിക്കും അതിന്റെ ഓപ്പറേറ്റിംഗ് ക്വാണ്ടിറ്റി എന്തായിരിക്കും, അത് നമ്മൾ റിലേസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കി ഇപ്പം നമ്മളിപ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണ് ഒരു ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക. ഇതൊരു ലൈനാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, ഈ ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഇംപെഡൻസ് ഇസഡ് എന്തായിരിക്കും, ഇംപെഡൻസ് ഇറ്റ് ഫാൾസ് ടു വെരി ലോ വാല്യൂ. ദി ഇംപെഡൻസ് ഫാൾസ് ടു വെരി ലോ വാല്യൂ. ഏതൊരു ഫോൾട്ട് ഉണ്ടായാലും ഏതൊരു ഫോൾട്ടിലും ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നതായിരിക്കും അവിടെ ഉണ്ടാവുന്ന ഇംപെഡൻസ് എന്തായിരിക്കും, ഇംപെഡൻസ് ഓഫ് എന്തായിരിക്കും, ഇംപെഡൻസ് ഇറ്റ് റെഡ്യൂസസ് ടു അല്ലെങ്കിൽ ഇറ്റ് ഫാൾസ് ടു വെരി ലോ വാല്യൂ. Therefore എന്തായിരിക്കും വരിക, therefore കറന്റ് ഇക്വേഷൻ I is equal to V by Z ആണ് അല്ലെ. ഈ Z കുറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഫോൾട്ട് കറന്റ് എന്തായിരിക്കും, IF ഫോൾട്ട് കറന്റ് ഈസ് വെരി മച്ച് ഹൈ അല്ലെ.
അപ്പോൾ ഈ ഫോൾട്ട് കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഇറ്റ് ഈസ് നിയർലി ടു 2 to 10 times ഓഫ് അല്ലെ 2 to 10 times ഓഫ് എന്തായിരിക്കും 10 times of rated current. This fault current is normally 2 to 10 times of rated current. 2 to 10 times of rated current, and this condition എന്തായിരിക്കും it's an abnormal condition. Abnormal condition. It's an abnormal condition. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ എങ്ങനെയായിരിക്കും നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ നോക്കി ഇതിപ്പം ഒരു ട്രാൻസ്മിഷൻ ഒരു എന്താ പറയുക ഒരു സിസ്റ്റം ആണ് ഞാൻ പറയുകയാണ്. ഒരു സിസ്റ്റം ആണ് ഇത് സർക്യൂട്ട് ബ്രേക്കർ എന്ന് വിചാരിക്കാം. ഇറ്റ്സ് എ സർക്യൂട്ട് ബ്രേക്കർ this is and after that it is an isolator. This isolator പിന്നെ എന്തായിരിക്കും വരിക earthing system. This earthing system. Therefore ഇപ്പോൾ നമ്മൾ നോക്കി on the occurrence of fault ഒരു ഫോൾട്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക relay sends the fault and it will tell the circuit breaker to trip the circuit breaker. അപ്പോൾ അങ്ങനെ ട്രിപ്പ് ആവുകയാണെങ്കിൽ തന്നെ എന്തായിരിക്കും സംഭവിക്കുക? അപ്പം സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും സർക്യൂട്ട് ബ്രേക്കറിന്റെ കോൺടാക്ട്സ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഫോൾട്ടി സെക്ഷൻ ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദ ഹെൽത്തി സെക്ഷൻ. പിന്നെ നമ്മൾ നോക്കിയേ പിന്നെ നമുക്ക് ഇവിടെ ഐസൊലേറ്റർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ ഐസൊലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഈ ഐസൊലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സർക്യൂട്ട് ബ്രേക്കറിനെ നമുക്കറിയാൻ പറ്റും. സർക്യൂട്ട് ബ്രേക്കറിന്റെ കോൺടാക്ട്സ് പറയുമ്പോഴത്തേക്ക് ഫിക്സഡ് കോൺടാക്ട് ഉണ്ടാവും, മൂവിംഗ് കോൺടാക്ട് ഉണ്ടാവും. ഈ ഫിക്സഡ് കോൺടാക്റ്റും മൂവിംഗ് കോൺടാക്റ്റും ഒരു മീഡിയത്തിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ദാറ്റ് മീൻസ് എന്തായിരിക്കും അത് ഏതർ SF6 ആയിരിക്കാം, അല്ലെങ്കിൽ ഓയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ വാക്വം ആയിരിക്കാം, അല്ലെങ്കിൽ എയർ ആയിരിക്കാം. അപ്പൊ നമുക്ക് എന്തായിരിക്കും നമുക്ക് ഫീസിബിൾ ആയിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റത്തില്ല, നമുക്ക് വിസിബിൾ അല്ല നമുക്ക്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഫോൾട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഫോൾട്ട് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് പ്രോപ്പർ ആയിട്ട് ഐസൊലേഷൻ വേണം. ഈ ഐസൊലേഷൻ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഐസൊലേറ്റർ ആയിരിക്കും. ഈ ഐസൊലേഷൻ എന്ത് ചെയ്തത്? ഈ ഐസൊലേഷൻ പ്രോപ്പർ ഐസൊലേഷന് എന്ത് ചെയ്തത്? എയ്ഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇൻ ഓർഡർ ടു ഗെറ്റ് ദ പ്രോപ്പർ ഐസൊലേഷൻ എന്തായിരിക്കും we have to put off the isolator. Therefore ഇപ്പോൾ നമ്മൾ നോക്കി ഈ ഐസൊലേറ്ററിന്റെ പ്രത്യേകത എന്തായിരിക്കും? ദിസ് ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഐസൊലേറ്റർ why even circuit breaker contacts is open, then why we have to put off the isolator? Because in circuit breaker എന്തില്ല, circuit breaker the contacts are opened inside the medium, but in isolator എന്തായിരിക്കും? In isolator if you are going to isolate that one, for example AB switch എന്ന് പറയുന്നത് എയർ ബ്രേക്ക് സ്വിച്ച് എന്തായിരിക്കും? അതാകുമ്പോഴത്തേക്കും എന്തായിരിക്കും? there should be a important term, a physical gap അല്ലെ? ഒരു ഫിസിക്കൽ ഗ്യാപ്പ് അല്ലെങ്കിൽ എന്താ ഒരു കോൺടാക്ട് സെപ്പറേഷൻ നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് വൈ എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഐസൊലേറ്റർ നമ്മൾ ഓപ്പൺ ചെയ്തത്. പിന്നെ എന്തായിരിക്കും? ഐസൊലേറ്റർ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യും? പിന്നെ എർത്ത് സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ അത് കംപ്ലീറ്റ് ആയിട്ട് എർത്തലാവും. അപ്പം അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഈ ഐസൊലേറ്റർ റേറ്റിംഗ് എന്ന് പറയുന്നത്. The rating of what is the rating of isolator? ഒരു കോമ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്, എക്സാം ക്വസ്റ്റ്യൻ ആണ്. റേറ്റിംഗ് ഓഫ് ഐസൊലേറ്റർ, the rating of isolator is എത്ര ആയിരിക്കും വരിക? rating of isolator is എന്തായിരിക്കും? 0 amps or എന്തായിരിക്കും? no load. കാര്യം എന്താ? നമ്മൾ ഈ സർക്യൂട്ട് നമ്മൾ പറഞ്ഞു എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആവാതെ ഞാനിപ്പോ പോയപ്പോ ഫോൾട്ട് അല്ല, ഞാനിപ്പോ പോയിട്ട് ഒരു സിസ്റ്റത്തിന് ഞാൻ ഐസൊലേറ്റ് ചെയ്യാൻ പോവാണ്, എനിക്കൊരു മെയിൻ്റെനൻസ് എടുക്കണം. ഞാൻ മെയിൻ്റെനൻസ് എടുക്കുമ്പോഴത്തേക്ക് നോർമൽ സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻ എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? സർക്യൂട്ട് ബ്രേക്കർ ക്ലോസ്ഡ് ആയിരിക്കും, ഐസൊലേറ്റർ ക്ലോസ്ഡ് ആയിരിക്കും, എർത്തിങ് സിസ്റ്റം ഓപ്പൺ ആയിരിക്കും അല്ലെ? അപ്പം ഇനി എന്തായിരിക്കും? ഇനി എനിക്ക് ആ സിസ്റ്റത്തിന് എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് അതിനകത്ത് ഒരു പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഞാൻ ആദ്യം എന്ത് ചെയ്യും? ഞാൻ ആദ്യം സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ എന്തായിരിക്കും? പിന്നെ എന്ത് ചെയ്യും? നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിനകത്ത് ഓപ്പൺ ആകുമ്പോഴത്തേക്കും ആൾറെഡി സിസ്റ്റം ഐസൊലേറ്റഡ് ആയി. പക്ഷേ എന്ത് ചെയ്യുന്നത്? എന്താ സംഭവിക്കുന്നത്? പക്ഷെ നമുക്കൊരു ഫിസിക്കലായിട്ട് നമുക്കൊരു ഗ്യാപ്പ് ഇല്ല അല്ലെ? ഫിസിക്കലായിട്ട് കോൺടാക്ട് സെപ്പറേഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ therefore we have to put off the isolator also. അപ്പം ഐസൊലേറ്റർ ഓപ്പൺ ചെയ്തു, പിന്നെ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ എർത്തിങ് സിസ്റ്റം ചെയ്യും. നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആക്കാതെ നമ്മൾ ഐസൊലേറ്റർ പോയി ഓപ്പൺ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? ഹ്യൂജ് ഫ്ലാഷ് ആയിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഹ്യൂജ് ഫ്ലാഷ് ഡെവലപ്പ് ചെയ്യും. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് സിവിയർ ആയിട്ട് ഷോക്ക് ഏൽക്കുകയും ചെയ്യും. Therefore അതുകൊണ്ടാണ് നമ്മൾ പറയുന്നതായിരിക്കും this isolator should operate only on no load, because if you are going to put off the isolator on load condition, it induces heavy spark and it will be threatened for the operator. So that is a very main important point, that is isolator should operate only on no load. That is why the rating of the isolator is 0 amps. Clear? So അപ്പോൾ നമ്മൾ എന്താ നോക്കിയാൽ പ്രൊട്ടക്ഷൻ റിലേസ് മീൻസ് എന്തായിരിക്കും വരിക? പ്രൊട്ടക്ഷൻ റിലേസ് പറയുമ്പോഴത്തേക്ക് എന്താ? ഒരു ഫോൾട്ട്
ഓപ്പറേറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് കംപ്രൈസസ് ഓഫ് റിലേ ഓപ്പറേറ്റിംഗ് ടൈം, പിന്നെ എന്തായിരിക്കും വരിക? സർക്യൂട്ട് ബ്രേക്കർ കോൺടാക്ട്സ് ഓപ്പണിംഗ് ടൈം ആൻഡ് ദ ആർക്കിംഗ് ടൈം. So relay operating time means it is up to 1 to 5 cycles of fault current, and എന്തായിരിക്കും? Circuit breaker opening time means 1 to 3 cycles of fault current, and arcing means 1 to 2 types of cycles of fault current. Then what is the characteristics of fault? In any fault, the impedance it falls to a very low value. If the impedance falls to a very low value, then the fault current, the magnitude of the current produced by the fault is very high. That is approximately 2 to 10 times of rated current. It's an abnormal condition. So then next point we will talk about isolator. Isolator means isolator it is opened only on the isolator should operate only on no load condition. That means if you are going to put off the isolator on load condition, what will happen? It induces heavy spark and it will be a threat for the operator. So that ortho vecholu oru choichittulla question aanu idarikkum rating of isolator. Rating of isolator is 0 ohms. Ortho vekka. Next step. അടുത്ത പ്രൊട്ടക്റ്റീവ് ഡിവൈസ് നമ്മൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും? ലോഡ് ഇന്ററപ്റ്റർ ആണ്. വാട്ട് ഈസ് മീൻ ബൈ ലോഡ് ഇന്ററപ്റ്റർ? ലോഡ് ഇന്ററപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് ഓപ്പറേറ്റ്സ് ടു റിമൂവ് ദ ലോഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയാണ്, നോക്കിയേ, ഇതൊരു ഫീഡർ ആണെന്ന് വിചാരിക്കുക. ഇതൊരു ഫീഡർ, വേറെ ഫീഡർ, സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ ലോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? വിന്റർ സമയത്ത് എന്തായിരിക്കും? അഗ്രികൾച്ചർ ലോഡ്സ് അല്ലെങ്കിൽ ഇറിഗേഷൻ ലോഡ്സ് എന്തായിരിക്കും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഡിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ലോഡിനെ കൂട്ടിയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് കോൾഡ് ലോഡ് ഇന്ററപ്റ്റർ. ഇറ്റ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് ദ പ്രൊട്ടക്ഷൻ ഡിവൈസസ്. സോ ഇനി നമുക്ക് നമ്മളുടെ സിലബസിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് എന്തായിരിക്കും? സർക്യൂട്ട് ബ്രേക്കർ. വാട്ട് ഈസ് മീൻ ബൈ സർക്യൂട്ട് ബ്രേക്കർ? Circuit breaker means it is a protection device. Alle? It is a protecting device. First point, it is a protecting device. What is the definition? It can make or break the circuit under normal or abnormal condition, either manually or automatically. കണ്ടില്ലേ, നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്വിച്ച് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും അല്ലെ? ദാറ്റ് മീൻസ് ഫോൾട്ട് സമയത്തും അത് ഓപ്പറേറ്റ് ആവണം, അല്ലെങ്കിൽ എന്തായിരിക്കും? Normal condition അല്ലെങ്കിൽ the abnormal condition, it has to be operated either manually or automatically. Therefore the definition of circuit breaker നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് റിഫ്രഷ്മെന്റ് ആയിട്ട് നമ്മൾ പറയാണ്. എന്തായിരിക്കും സർക്യൂട്ട് ബ്രേക്കർ എങ്ങനെ പറയാൻ പറ്റും? It can make or break the circuit അല്ലെ? It can make or break the circuit. It can make or break the circuit. എന്തായിരിക്കും? under normal or abnormal condition. Under normal or abnormal condition, either manually or automatically. Alle? Either manually or automatically. Either manually or automatically. So ഇപ്പോൾ നമ്മൾ നോക്കിയേ, ഇതിപ്പോ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത് നമുക്കറിയാം സർക്യൂട്ട് ബ്രേക്കർ അല്ലെ? സർക്യൂട്ട് ബ്രേക്കർ പറയുമ്പോഴത്തേക്ക് എന്താ? രണ്ട് കോൺടാക്ട്സ് ഉണ്ടാവും അല്ലെ? ഫിക്സഡ് കോൺടാക്റ്റും എന്തായിരിക്കും വരിക? മൂവിങ് കോൺടാക്റ്റും അല്ലെ? മൂവിങ് കോൺടാക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇത് സർക്യൂട്ട് ബ്രേക്കർ ആണെന്ന് പറയുക, സർക്യൂട്ട് ബ്രേക്കർ ആണ്. അപ്പം ഇതൊരു സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഫോൾട്ട് ഡെവലപ്പ് ചെയ്ത് അല്ലെ? ഇവിടെ ഒരു ഫോൾട്ട് വന്നപ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഈ സർക്യൂട്ട് ബ്രേക്കർ രണ്ട് കോൺടാക്ട്സ് ഉണ്ടാവും. ഒന്ന് ഫിക്സഡ് കോൺടാക്ട് ഉണ്ടാവും, ഒന്ന് മൂവിങ് കോൺടാക്ട് അടി ഉണ്ടാവും അല്ലെ? എന്തായിരിക്കും? ഇത് സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഇത് കോൺടാക്ട്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ. ദാറ്റ് മീൻസ് അപ്പോൾ in case of in the occurrence of a fault, f എന്ന് പറയുന്ന ഫോൾട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ? The contacts of circuit breaker gets separated അല്ലെ? So once the contact of the circuit breaker gets separated, എന്തായിരിക്കും സംഭവിക്കുക? ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതുകൊണ്ടോ ഈ രണ്ട് കോൺടാക്ട്സ്, ഫിക്സഡ് കോൺടാക്റ്റിന്റെയും ഈ മൂവിങ് കോൺടാക്റ്റിന്റെയും സെപ്പറേറ്റ് ആവുന്നിടത്ത് എന്താവും? ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡെവലപ്പ് ചെയ്യും. അതിന്റെ ഇക്വേഷൻ എന്താ? E is equal to dV/dx. E is equal to dV/dx പറയുന്ന ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡെവലപ്പ് ചെയ്യും. പരമായിട്ട് എന്ത് ചെയ്യും? That will ionize the electrons in the gap that still favors conduction. So and as a result എന്തായിരിക്കും? Arc is produced due to heavy currents. That means
നമുക്ക് എന്ത് പറയാൻ പറ്റും? when the contacts are separated അല്ലേ? when the contacts are separated, contacts separate ആകുമ്പോഴത്തേക്ക് എന്താ? when the contacts are separated, when the contacts are separated എന്തായിരിക്കും? high electric field intensity അല്ലേ? high electric field intensity that will ionize, high electric field intensity or force നമുക്ക് പറയാൻ പറ്റും അല്ലേ? or force that ionize അല്ലേ? that ionize എന്താണ്? the electrons in the gap അല്ലേ? that ionize the electrons in the gap and arc is produced, അതായത് ഫിക്സഡ് കോണ്ടാക്ട് മൂവിംഗ് കോണ്ടാക്ടിന് സെപ്പറേറ്റ് ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡെവലപ്പ് ചെയ്യുക. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ആർക്ക് ഡെവലപ്പ് ആവും അല്ലേ? ദിസ് ഈസ് ആർക്ക് ഈസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, competitive exam point of view, first question, what is the nature of the arc? The nature of the arc is എന്തായിരിക്കും? the nature of the arc is which nature? resistive nature. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും? the nature of the arc is resistive nature. Therefore, what is the power factor of arc? Another objective bit. Power factor is equal to power factor of arc is, if resistive ആകുമ്പോഴത്തേക്ക് എന്താ? power factor of arc is unity. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്ത് വയ്ക്കുക. എന്തായിരിക്കും നമ്മൾ പ്രൊട്ടക്റ്റീവ് ഡിവൈസ്, സർക്യൂട്ട് ബ്രേക്കർ അല്ലെ? ഇറ്റ് ക്യാൻ ബ്രേക്ക് ഓർ ബ്രേക്ക് ദ സർക്യൂട്ട് ഐദർ നോർമൽ ഓർ അബ്നോർമൽ കണ്ടീഷൻ, either മാനുവലി ഓർ ഓട്ടോമാറ്റിക്കലി. പിന്നെ എന്തായിരിക്കും? ഇൻ occurrence of a fault അല്ലെ? contacts are separated. when contacts are separated, high electric field intensity or force that produced between the contacts that ionize the electrons in the gap, and as a result arc is produced അല്ലെ? arc is produced due to എന്തായിരിക്കും? arc is produced due to high currents അല്ലെ? due to high currents. എങ്ങനെ high currents വരുന്നത്? because of the high magnitude of electric field intensity അല്ലെ? അപ്പോൾ എന്തായിരിക്കും? ഇനി നമുക്ക് ആർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തായിരിക്കും? this arc, what is the nature of the arc? the arc is in resistive nature and the power factor of arc is unity. so ഇത് രണ്ടും important point ആണ്. ഈ point ഓർത്ത് വെക്കാം. so next, ഇപ്പൊ ഈ ആർക്കിനെ നമുക്ക് എന്ത് ചെയ്യണം? ആർക്കിനെ നമുക്ക് ഇന്ററപ്റ്റ് ചെയ്യണം അല്ലെ? അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് കാൾഡ് ആർക്ക് ഇന്ററപ്റ്റിംഗ് ഓർ ആർക്ക് ക്വെഞ്ചിങ് ഓർ ആർക്ക് എക്സ്റ്റിങ്ക്വിഷിംഗ് നമ്മൾ പറയും. therefore രണ്ട് മെത്തേഡ് ആണ്. mainly two methods are adopted for arc interrupting. one it is called high resistance method and second is called low resistance or zero current interruption method. so one is high resistance method and second is എന്തായിരിക്കും? low resistance or zero current interruption method. ഇപ്പൊ നമ്മൾ ഹൈ റെസിസ്റ്റൻസ് മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് നോക്കാം ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ്. high resistance method means എന്തായിരിക്കും? നമ്മൾ പഠിച്ചു അല്ലേ? റെസിസ്റ്റൻസ് ആർക്കിന്റെ നേച്ചർ എന്താ? റെസിസ്റ്റീവ് നേച്ചർ ആണ് അല്ലേ? therefore R is equal to എന്തായിരിക്കും? R is equal to rho L by A. that means എന്തായിരിക്കും? that means if length increases എന്തായിരിക്കും? resistance increases അല്ലേ? resistance increase ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? എന്താ? the magnitude of the current is reduces. therefore എന്തായിരിക്കും? therefore the arc can be extinguished അല്ലേ? therefore ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? it is called lengthening of arc. this method is called lengthening of arc. so high resistance method, first method is എന്തായിരിക്കും? lengthening of arc. second method എന്തായിരിക്കും? cooling of arc. that is cooling of arc. that means എന്ത് ചെയ്യാൻ പറ്റും? by cooling of the arc means എന്തായിരിക്കും? arc ആ കോണ്ടാക്ട്, രണ്ട് കോണ്ടാക്റ്റിലെ ഫിക്സഡ് കോണ്ടാക്റ്റിനും മൂവിംഗ് കോണ്ടാക്റ്റിനും ബിറ്റ്വീൻ ആയിരിക്കും ആർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ? സോ ഈ ആർക്കിനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? what is after effect? that means it is therefore എന്തായിരിക്കും? deionization will occur അല്ലേ? deionization takes place എന്തായിരിക്കും? and as a result എന്തായിരിക്കും? arc reduces. it is called the cooling of arc. then next third point, third method too under the high resistance method ഏതായിരിക്കും വരിക? third one, it is a splitting of arc. splitting of arc means എങ്ങനെയായിരിക്കും വരിക? നമ്മൾ ഫിക്സഡ് കോണ്ടാക്ട് മൂവിംഗ് കോണ്ടാക്ടിനെ ക്രോസ് ആയിരിക്കും ആർക്ക് വരുന്നത് അല്ലെ? അപ്പൊ എങ്ങനെയായിരിക്കും വരിക? that means splitters വെച്ച് നോക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇങ്ങനെ വരിക ആർക്ക് അല്ലെ?
Therefore എന്തായിരിക്കും, that means the length of the by splitting the arc എന്തായിരിക്കും after effect, the length is increases അല്ലെ. as length is increases എന്തായിരിക്കും, resistance increases, as resistance increases എന്തായിരിക്കും, current reduces. Therefore എന്തായിരിക്കും, by splitting of arc also we can reduce the arc അല്ലെ. Therefore three methods of arc extinguishing under high resistance method, that is എന്തായിരിക്കും, first is lengthening of arc, second one is cooling of arc, and third one is splitting of arc. This is high resistance method. It is higher resistance method. Higher resistance method ന്റെ പ്രശ്നം എന്തായിരിക്കും, it is applicable only for higher resistance method is applicable, it is applicable only for higher resistance method is applicable only for DC circuit breaker, DC circuit breaker and small capacity AC circuit breaker and small capacity AC circuit breaker. Then second point, the second demerit എന്തായിരിക്കും, second demerit എന്തായിരിക്കും, it is not much efficient, not much efficient, it is not much efficient. So arc interrupting method അത് നമ്മൾ ഫസ്റ്റ് നോക്കി, ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ് നോക്കി. എന്തായിരിക്കും, three techniques have to be adopted. എന്തായിരിക്കും, one lengthening of arc, second is cooling of arc, and third one is splitting of arc. So അത് നമ്മൾ after effect നോക്കിയിട്ടുണ്ടായിരുന്നു. Then what is the limitation? It can be applicable only for DC circuit breaker and only small AC circuit breaker, and it is not much efficient. So അപ്പം high resistance method efficient അല്ല. So we have to go for the second method, low resistance method or zero current interruption method. It's called എന്തായിരിക്കും, low resistance method or zero current interruption method. അടുത്ത മെത്തേഡ് ആണ് ലോ റെസിസ്റ്റൻസ് ആർക്ക് ഇൻട്രപ്ഷൻ അല്ലെങ്കിൽ ആർക്ക് എക്സ്റ്റിങ്ക്യൂഷന്റെ രണ്ടാമത്തെ മെത്തേഡ് ആണ് ലോ റെസിസ്റ്റൻസ് മെത്തേഡ് ഓർ എന്തായിരിക്കും, സീറോ കറണ്ട് ഇന്ററപ്റ്റിംഗ് മെത്തേഡ് അല്ലെ, സീറോ കറണ്ട് ഇന്ററപ്ഷൻ. സീറോ കറണ്ട് ഇന്ററപ്ഷൻ മെത്തേഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സൈൻ വേവ് എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ഇത് സൈൻ വേവ് ആണെങ്കിൽ, സൈൻ വേവ്, അപ്പോൾ ഈ സൈൻ വേവ് എടുക്കുമ്പോഴത്തേക്കും അതിന്റെ ഫ്രീക്വൻസി f is equal to 50 ഹെർട്സ് അല്ലെ. അപ്പോൾ ടൈം പീരീഡ് t is equal to എന്തായിരിക്കും വരിക, t is equal to 1/50 അല്ലെ. ടൈം പീരീഡ് t എന്തായിരിക്കും വരിക, t is equal to 1/50 അല്ലെ. ടൈം പീരീഡ് t is equal to 1/50. That means എന്തായിരിക്കും, that means 1 second frequency is equal to cycles per second അല്ലേ. Therefore എന്തായിരിക്കും, therefore 1 secondൽ എത്ര ആയിരിക്കും വരിക, 1 second എത്ര ആയിരിക്കും, 50 cycles അല്ലെ. അതല്ലേ സൈൻ വേവ് എന്ന് പറയുന്നത്. 1 second എത്ര വരുന്നുണ്ട്, 50 cycles വരുന്നുണ്ട്. That means ഇപ്പോൾ നമ്മൾ പറയാൻ എങ്ങനെ പറയാൻ പറ്റും നമുക്ക്, ഇതൊരു സൈൻ വേവ് ആണെങ്കിൽ എന്തായിരിക്കും, ഒരു സെക്കൻഡ് നോക്കിയേ, ഒരു സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് എത്ര സൈക്കിൾ വരുന്നുണ്ട്, 50 cycles വരുന്നുണ്ട് അല്ലെ. സൈൻ വേവിന്റെ 50 cycles വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ദി സിഗ്നൽ ടച്ചസ് അല്ലെ 0 100 times in 1 second അല്ലെ. ദാറ്റ് മീൻസ് എന്തായിരിക്കും, സൈൻ വേവ് നോക്കി കഴിഞ്ഞാൽ ഒരു ഫുൾ വേവ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് 0 ടച്ച് ചെയ്യുന്നുണ്ടല്ലേ. ഒന്ന് സ്റ്റാർട്ടിംഗ് പോർഷനിൽ, പിന്നെ എന്തായിരിക്കും ഒന്ന് 180 ഡിഗ്രി അല്ലെ, 180 വരുന്നുണ്ട്, പിന്നെ എന്തായിരിക്കും, പിന്നെ 2π അങ്ങനെ പോകും അല്ലെ. Therefore if you can see in 1 second എന്തായിരിക്കും, the signal touches 0 അല്ലെ. 0 എന്ന് പറയുന്ന ടൈം t is equal to അല്ലെ, ടൈം 0 എവിടെ ആയിരിക്കും, in 1 minute 1 second. ഒരു സെക്കൻഡിൽ എങ്ങനെ ആയിരിക്കും, ഒരു സെക്കൻഡിൽ എങ്ങനെ ആയിരിക്കും, the signal touches 0 in every 1 second. എത്ര ടൈംസ്, 100 times അല്ലെ. Therefore in zero current interruption method എങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്, we are providing energy or forces എന്തായിരിക്കും, without restriking the current again. Therefore at current 0 അല്ലെ, at current 0 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, at current 0 we are providing അല്ലെ, we are providing energy or forces അല്ലെ, we are providing energy or forces to interrupt the arc. കാര്യം നോക്കിയേ എന്തായിരിക്കും നമ്മൾ പറഞ്ഞത്. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ ഒരു സൈൻ വേവ് എടുക്കുകയാണെങ്കിൽ അതിന് 50 cycles ഉണ്ടാവും. 50 cycles പറയുമ്പോഴത്തേക്ക് എന്താ, ഒരു സെക്കൻഡിൽ 50 cycles വരുന്നുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് 50 cycles പറയുമ്പോഴത്തേക്ക് എന്താ, ദാറ്റ് മീൻസ്
ഒരു സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈൻ വേവ് 100 ടൈംസ് സീറോയിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ ഈ കറണ്ട് ഈ സീറോ എത്തുന്ന പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആർക്കിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റണം. ദാറ്റ് മീൻസ് ഇത് ആർക്കിന്റെ ആണ് നമ്മൾ പറയുന്നത്. ദാറ്റ് മീൻസ് ആ സീറോ എത്തുന്ന സമയത്ത് വി ആർ ഫോഴ്സിങ് എനർജി ടു ഇന്ററപ്റ്റ് ദ ആർക്ക്. അപ്പം അതാണ് അങ്ങനെ ആർക്കിനെ ഇന്ററപ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് കാൾഡ് ദ സീറോ കറണ്ട് ഇന്ററപ്ഷൻ മെത്തേഡ്. അപ്പോൾ ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തായിരിക്കും വരിക? ഇത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ എവിടെ ആയിരിക്കും? സ്യൂട്ടബിൾ ഓൺലി ഇൻ എ സി അല്ലേ? എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ട്സിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ലോ റെസിസ്റ്റൻസ് മെത്തേഡ് അല്ലെങ്കിൽ സീറോ കറണ്ട് ഇന്ററപ്ഷൻ മെത്തേഡ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം എന്തായിരിക്കും? സീറോ ഉള്ളത് എ സി ക്വാണ്ടിറ്റി ആയിരിക്കും, ഡി സിക്ക് എന്തില്ല? സീറോ ഇല്ല. Therefore എന്തായിരിക്കും ഇമ്പോർട്ടന്റ് പോയിന്റ്? എന്തായിരിക്കും? സ്യൂട്ടബിൾ ഇൻ എ സി അല്ലെ? സ്യൂട്ടബിൾ ഇൻ ഓൾട്ടർനേറ്റിംഗ് സർക്യൂട്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു സപ്രസ് ദ ആർക്ക്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ലോ റെസിസ്റ്റൻസ് മെത്തേഡ് ഈസ് ആൾസോ യൂസ്ഡ് ഇൻ ഹൈ വോൾട്ടേജ് ഡി സി ട്രാൻസ്മിഷൻ. ഹൈ വോൾട്ടേജ് ഡി സി ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് ബൈ എന്തായിരിക്കും? ക്രിയേറ്റിംഗ് ആർട്ടിഫിഷ്യൽ കറണ്ട് സീറോ. ഇൻ ഹൈ വോൾട്ടേജ് ഡി സി ആർട്ടിഫിഷ്യൽ കറണ്ട് സീറോ ഇന്ററപ്ഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സീറോ കറണ്ട് ഇന്ററപ്ഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ്. അവിടെ എന്തായിരിക്കും വരിക? ഡി സിക്ക് നമുക്ക് സീറോ ഇല്ല അല്ലെ? അപ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ദേ ആർ ക്രിയേറ്റിംഗ് ദ കറണ്ട് സീറോ ആർട്ടിഫിഷ്യലി. ആ ടെക്നിക്ക് എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ദേ ആർ യൂസ്ഡ് ഫോർ extinguishing the arc in HVDC transmissions. They are using artificial zero current interruption method. So generally എന്തായിരിക്കും? The zero current interruption method is applicable only for AC. അത് ഓർത്ത് വയ്ക്കുക. Because we need current zero. Current zero സംഭവിക്കുന്നത് AC യിൽ മാത്രമായിരിക്കും സംഭവിക്കുക. Therefore ഇപ്പോൾ നമ്മൾ നോക്കിയതിനകത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ് ടു റിമെമ്പർ നോക്കുക. വാട്ട് ഈസ് എങ്ങനെയായിരിക്കും ആർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്? സോ വാട്ട് ആർ ദ മെത്തേഡ്സ് ടു ആർക്ക് quenching? ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ് ഉണ്ട്, ലോ റെസിസ്റ്റൻസ് മെത്തേഡ് ഉണ്ട്. ഹൈ മെത്തേഡിൽ എന്തായിരിക്കും വരുന്നത്? ലെങ്തനിങ് ഓഫ് ആർക്ക്, കൂളിംഗ് ഓഫ് ആർക്ക് ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ് ആർക്ക്. ലോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താ? സീറോ കറണ്ട് ഇന്ററപ്ഷൻ മെത്തേഡ്. അത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? അറ്റ് കറണ്ട് സീറോ വി ആർ പ്രൊവൈഡിംഗ് എനർജി ഓർ ഫോഴ്സസ് ടു ഇന്ററപ്റ്റ് ദ ആർക്ക്. ഇറ്റ് ഈസ് suitable in AC to suppress the arc because in AC only we will get the എന്തായിരിക്കും? കറണ്ട് സീറോ. സോ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് നമുക്ക് കിട്ടാനുള്ള രണ്ട് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഒന്ന്, വാട്ട് ഈസ് ദ പവർ ഫാക്ടർ ഓഫ് ആർക്ക്? വാട്ട് ഈസ് എന്തായിരിക്കും? നേച്ചർ ഓഫ് ദ ആർക്ക്. ദ നേച്ചർ ഓഫ് ദ ആർക്ക് ഈസ് റെസിസ്റ്റീവ് ആൻഡ് ദ പവർ ഫാക്ടർ ഓഫ് ആർക്ക് ഈസ് യൂണിറ്റി ആൻഡ് ദ ഐസൊലേറ്ററിന്റെ എന്തായിരിക്കും? റേറ്റിംഗ് ഈസ് നോ ലോഡ്. ഓർത്ത് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പോവാണ് സർക്യൂട്ട് ബ്രേക്കറിന്റെ ടെർമിനോളജി. സർക്യൂട്ട് ബ്രേക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു 4 ടെർമിനോളജി ഉണ്ട്. വാട്ട് ഈസ് കാൾഡ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്, റിക്കവറി വോൾട്ടേജ്, ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് ആൻഡ് റേറ്റ് ഓഫ് റൈസ് ഓഫ് റിക്കവറിംഗ് വോൾട്ടേജ്. എപ്പോഴും ഈ ഒരു സെക്ഷനിൽ നമുക്ക് പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് സർക്യൂട്ട് ബ്രേക്കർ ടെർമിനോളജി. നെക്സ്റ്റ് സെക്ഷൻ ഈസ് CB ടെർമിനോളജി. സർക്യൂട്ട് ബ്രേക്കർ ടെർമിനോളജി പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് എന്താ? റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഓർത്ത് വയ്ക്കുക. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഇസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ട്രാൻസിയന്റ് വോൾട്ടേജ്. ഓർത്ത് വയ്ക്കുക, വാക്ക് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് എ ട്രാൻസിയന്റ് വോൾട്ടേജ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഈസ് ട്രാൻസിയന്റ് വോൾട്ടേജ്, ആവറേജ് വോൾട്ടേജ്, ഇൻസ്റ്റാന്റേനിയസ് വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. എന്തായിരിക്കും? റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഓർ ട്രാൻസിയന്റ് റിക്കവറി വോൾട്ടേജ്. അത് വേണ്ട, ഒരു വാക്ക് മാത്രം ഓർത്ത് വെച്ചാൽ മതി. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഇസ് എ ട്രാൻസിയന്റ് വോൾട്ടേജ്. ട്രാൻസിയന്റ് വോൾട്ടേജ് അക്രോസ് ദ ഇങ്ങനെയായിരിക്കും കോണ്ടാക്ട് ഡ്യൂറിംഗ് ആർക്ക് എക്സ്റ്റിങ്ഷൻ പ്രോസസ് അല്ലെ? Therefore, restriking voltage may be defined as transient voltage that appears across the breaker contact at the instant of arc extinction. Therefore, ഇതായിരിക്കും ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെ? This is the restriking voltage. Then recovery voltage. Recovery voltage it may be defined as the എന്തായിരിക്കും? voltage that appears across the breaker contact after the complete removal of transient oscillations and final extinction of arc. Important point to remember. Recovery voltage is it is defined as the RMS value of voltage. Important point ആണ്. It is defined as the recovery voltage is the RMS value of voltage. RMS value of voltage. Recovery voltage may be defined as the RMS value of voltage that appears across the breaker contact after the complete removal of transient oscillations and final extinction of arc. So restriking voltage is the transient voltage and recovery voltage is the RMS voltage. അത് ഓർത്ത് വയ്ക്കുക.
അടുത്ത എന്തായിരിക്കും വരിക? then it is active recovery voltage. Active recovery voltage എന്ന് പറയുമ്പോഴത്തേക്ക് this is the active recovery voltage. Active recovery voltage. Active recovery voltage means ഇതായിരിക്കും it is the instantaneous value of recovery voltage. Active recovery voltage is the അത് ഓർത്ത് വയ്ക്കുക. Active recovery voltage. Active recovery voltage. It is the എന്തായിരിക്കും instantaneous value of recovery voltage. Instantaneous value of recovery voltage. Recovery voltage at arc extinction. At arc extinction. Therefore, അടുത്ത നമുക്കുണ്ട് rate of rise of recovery voltage, RRV. Rate of rise of recovery voltage. അത് നമുക്ക് നോക്കാം. So, 3 പോയിന്റ് ഓർത്ത് വയ്ക്കുക. Points to remember. First one, restriking voltage is transient voltage. Then recovery voltage is the RMS voltage, and active recovery voltage is the instantaneous voltage. Then next one, restriking voltage. Then restriking voltage. Restriking. Next is restriking voltage. Restriking voltage equation the represent V. V is equal to Vm into 1 minus cos t by root LC. Cos t by root LC. V is equal to Vm into 1 minus cos t by root LC. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Therefore, അടുത്ത എന്തായിരിക്കും? The maximum value of restriking voltage. The maximum value of restriking voltage. Maximum value of restriking voltage. Maximum value ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? T ക്ക് എന്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? T is equal to എന്തായിരിക്കും വരിക? T is equal to ഇത് കൊടുത്താലായിരിക്കും വരിക? T is equal to pi into root LC കൊടുത്ത് നോക്കിയേ. അപ്പോൾ എന്തായിരിക്കും വരിക? root LC ക്യാൻസൽ ചെയ്ത് പോകും. cos pi എന്തായിരിക്കും? -1 പ്ലസ് 1 ആവും. therefore V is equal to എന്തായിരിക്കും? therefore ഇതായിരിക്കും maximum value of restriking voltage RV max. Restriking voltage RV max is equal to എത്രയായിരിക്കും വരിക? 2 times Vm. at time എത്രയായിരിക്കും വരിക? time T is equal to pi into root LC. very important conclusion. important ആയിട്ട് കൊടുത്ത് വയ്ക്കുക. therefore ഇതായിരിക്കും RV max maximum value of restriking voltage is equal to എത്രയായിരിക്കും വരിക? 2 into Vm. at time T is equal to എത്രയായിരിക്കും വരിക? T is equal to pi into root LC. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. It is a restriking voltage. For example, ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ്? For a 132 kV system, maximum restriking voltage is എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നാൽ എന്തായിരിക്കും ചെയ്യുക? voltage is ഒന്നും സ്പെസിഫൈ ചെയ്ത് ക്വസ്റ്റ്യനകത്ത് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അത് തന്നിരിക്കുന്നത് എന്തായിരിക്കും? RMS വാല്യൂ ആയിരിക്കും തന്നിട്ടുണ്ടാവും അല്ലെ? നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് വേണ്ടുള്ളത് എന്തായിരിക്കും? Vm ആണല്ലേ? ഇക്വേഷൻ എന്താ? maximum value of restriking voltage RV max is equal to എന്തായിരിക്കും? 2 into Vm അല്ലെ? therefore that is equal to എന്തായിരിക്കും? 2 into 132 into Vm എത്ര? Vm തന്നിരിക്കുന്നത് എന്താ? VRMS തന്നിട്ടുണ്ട് അല്ലെ? 132. അതെന്താ ചെയ്യാ? VRMS is equal to Vm by root 2. therefore ഇതായിരിക്കും maximum value എങ്ങനെ ചെയ്യുന്നത്? 2 into 132 into എന്തായിരിക്കും വരിക? root 2. നമുക്കറിയാം VRMS is equal to എന്താ? VRMS is equal to Vm by root 2. therefore എന്തായിരിക്കും? തന്നിരിക്കുന്നത് എന്താ? തന്നിരിക്കുന്നത് RMS വാല്യൂ ആണ്. therefore Vm is equal to എന്തായിരിക്കും? root 2 into VRMS. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാവും. എപ്പോഴും നമ്മൾ മാറിപ്പോ എന്തായിരിക്കും? root 2 ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മറന്നു പോകും. അതൊക്കെ ഓർത്ത് വയ്ക്കുക. therefore the maximum value of restriking voltage നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? so therefore the graph it will be like this. therefore this is this is 2 Vm അല്ലേ? this is 2 Vm
and the maximum value is എന്തായിരിക്കും the maximum value pi into time is എന്തായിരിക്കും pi into root LC. അടുത്ത എന്തായിരിക്കും അടുത്ത നമ്മൾ എന്താണ് നമ്മൾ നോക്കിയത് therefore ഇപ്പോൾ നമ്മൾ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് നോക്കി അടുത്ത എന്താ ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് മീൻസ് എന്തായിരിക്കും it is instantaneous value അല്ലേ instantaneous value active recovery voltage is equal to k into Vm into sin phi where k is equal to 1 for line to ground and ground fault പിക്ചറിൽ വരുവാണെങ്കിൽ എന്തായിരിക്കും k is equal to 1 ആയിരിക്കും വരിക ഗ്രൗണ്ടിന്റെ റോൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും k equal to 1 ആയിരിക്കും വരിക then k is equal to 1.54 എന്തായിരിക്കും k is equal to 1.5 എന്തായിരിക്കും for line to line fault and എന്തായിരിക്കും triple line 3 phase fault അല്ലേ അപ്പം ലൈൻ ടു ഗ്രൗണ്ട് പിക്ചറിൽ വന്നതായിരിക്കും ഗ്രൗണ്ട് ഫാൾട്ട് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഗ്രൗണ്ട് പിക്ചറിൽ വന്നിട്ടുണ്ടെങ്കിൽ k equal to 1 ആയിരിക്കും അല്ലെങ്കിൽ k equal to 1.5 ആയിരിക്കും for those faults where ground is not involved. Okay, then next is rate of rise of recovery voltage. Rate of rise of recovery voltage. Rate of rise of recovery voltage. Sorry, recovery alla restriking voltage. Sorry. Rate of rise of restriking voltage. Rate of rise of restriking voltage. Rate of rise of restriking voltage. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക ദാറ്റ് ഈസ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഇൻഡിക്കേഷൻ എന്താ v is equal to Vm into 1 minus cos t by root LC അല്ലേ therefore എന്തായിരിക്കും d by dt of റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് Vm into എന്തായിരിക്കും അല്ലേ d by dt of Vm into 1 minus cos t by root LC cos t divided by root LC അല്ലേ root LC that is equal to എന്തായിരിക്കും വരിക that is equal to അത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക that is equal to Vm by root LC into അല്ലേ Vm by root LC into